നമ്മളിപ്പോൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 7 ആണ് കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഒരു ഫാമൊക്കെ പണിതു. ഞാൻ കാണിച്ചു തരാം. വേണ്ടേ, ഇതാണ് നമ്മുടെ ഫാം. വീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി വിളവെടുത്തേക്കാം. ഓക്കെ, ഇതുപോലെ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഇനി ആ മൈനിങ് ചെയ്തതിൻ്റെ ബാക്കി അങ്ങ് ചെയ്യാം. നമ്മളിനി ഫാം തുടങ്ങിയല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ മറ്റേ ആ മൈനിങ്ങിൻ്റെ ബാക്കി അങ്ങ് ചെയ്തേക്കാം. അവിടുന്ന് നമുക്കിനി താഴോട്ട് പോവാം. അവിടെ ഇനി നിൽക്കണ്ട. ലാഡർ ഉണ്ടാക്കാൻ ഓക്കെ 2. നമ്മുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ബെഡ്റോക്ക് എത്തുക, എന്നിട്ട് അതിൻ്റെ സൈഡിലോട്ട് കുഴിക്കുക എന്നാണ്. വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കുക. ആദ്യം നമുക്ക് പിക്കാസ് ഇല്ലേ, അതിനുള്ള ഇല്ലേ, സ്റ്റിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് എൻ്റെ പിക്കാസും കൂടെ അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് പോവാം. ആവശ്യത്തിന് ഫുഡും എല്ലാം ഉള്ളതുകൊണ്ട് പോയേക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് വലിയ ആക്രമണം ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു സേഫ്റ്റിക്ക് കേട്ടില്ലേ, സൗണ്ട് കേട്ടില്ലേ, എവിടെ നിന്ന് വേണമെങ്കിലും അടി വരാം. അതുകൊണ്ട് നമുക്ക് 2 സൈഡ് ഇവിടെ നിന്ന് അവൻ്റെ സൗണ്ടുകൾ കേൾക്കുന്നു. ഓക്കെ, നമ്മളങ്ങനെ സൈഡെല്ലാം അടച്ചു. കയ്യിൽ ടോർച്ചില്ലേ? ഈ ഒരെണ്ണം തീരുന്നവരെ അങ്ങ് കുഴിക്കാം. ഇനി തിരിച്ചു പോകാനൊന്നും എന്നെക്കൊണ്ട് വയ്യ. സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ഈ സൈഡിലായിട്ടല്ലേ. ഏണി എടുത്ത് കയ്യെ പിടിക്കട്ടെ. ടോർച്ചും ഓക്കെ, ഏണി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മഴയാണ്, അതാണ് കലവില എന്നായിട്ടിരിക്കുന്നത്. ഈ താഴോട്ട് കുഴിക്കുക. ഈ സൈഡിലായിട്ട് എവിടെയെങ്കിലും ലൈറ്റ് വയ്ക്കാം. ഓക്കെ, ഇനി താഴോട്ട് പോവാം. അടുത്ത കുഴിയ ഇതെന്താ? അവിടെ തന്നെയാണോ വന്നത് കേട്ടാ ടോർച്ച്? അതുകൊണ്ട് ഇത് അവിടെ തന്നെയാണ്. അതുകൊണ്ട് ഈ ടോർച്ച് എടുത്തേച്ച് നമുക്ക് പോവാം. ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ടോർച്ച് കേട്ടാ. അങ്ങനാണെങ്കിൽ നമുക്ക് ആ ടോർച്ച് കൂടെ എടുക്കാം. അല്ല വേണ്ട, ആ ടോർച്ച് എടുക്കാൻ പോയിട്ടുണ്ട്. ഇല്ലേ, എടുത്തേക്കാം. വെറുതെ വിടണ്ട. ഒരു ടോർച്ചും നമുക്ക് എല്ലാ ടോർച്ചും ആവശ്യമുള്ള. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നില്ലായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് അയ്യോ എടാ, മുന്നോട്ട് നീങ്ങടാ. ഓക്കെ, ഇനി എവിടെ നിന്നായിരുന്നു നമ്മൾ ലാൻഡ് ചെയ്തതെന്ന് സംശയമാണല്ലോ. ഇതുപോലെ എടുത്തോ. അതാരാ? അയ്യോ, പണിത്. രാത്രി ഒന്നും ആയില്ലല്ലോ അല്ലേ? പെട്ടെന്ന് പോയി നമുക്ക് ആ സാധനം എടുക്കാം. താഴെ തന്നെ വൃത്തികെട്ടവൻ ഏന് കാണണം. അതെന്ത് പറ്റിയതാ? അയ്യോ, ഇരിക്ക്. സോൾഡ് എടുത്ത്. ഓക്കെ, ഈ സൈഡ് നമുക്ക് അടച്ചു വിട്ടേക്കാം. ഇല്ലെങ്കിൽ എവിടുന്ന് വേണമെങ്കിലും അടി വരും. ഓക്കെ, അയ്യോ, അതൊരു മാസ്മരിക പ്രകടനമായി പോയി. ഒരൊറ്റ അടിക്ക് ഞാൻ ചത്ത്. അതെന്നാ ഞാൻ ഏറി നിൽക്കുന്നത്? ഇരിക്കുമായിരുന്നു, ചുമ്മാ അല്ല. സ്റ്റക്കായി. ഇപ്പോൾ താഴോട്ട് പോകും. അയൺ കിട്ടി. അതാരാ? അമ്മയെ പണിത്. ഞാൻ എവിടെയോ നല്ല ഈ സാധനം എടുത്ത് കയ്യെ പിടിക്കുക, എന്നിട്ട് മാറി നിൽക്കാം. എന്തി ഈ ഷീൽഡിലെടുത്ത് ഇവിടെ അടിച്ചേക്കാം. ഇത് നമുക്ക് ഈ അയൺ ഫുൾ എടുക്കണം. അതുകൊണ്ടാണ് എന്തി എൻ്റെ അയൺ
അയൺ അവൻ അപ്രത്യക്ഷമാക്കിയോ? എന്നാ പന്ന പരിപാടി അവനെ ഈ കാണിച്ചേ. ശരി, വെട്ടിക്കൊന്നാ മതിയായിരുന്നു അവനെ. ആകുമ്പോൾ എത്രയും പ്രശ്നമില്ല. ഇതെവിടെ? ഇവിടെ ഒന്നും നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. പകരം നമ്മൾ ഇതൊന്നും നോക്കാതെ നമ്മളങ്ങ് പോവാം. പിന്നെ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാം. ഓക്കെ, ലൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അടിച്ചിരിക്കുന്ന സാധനം കണ്ടല്ലോ അല്ലേ? അന്ന് ഇത് തീർന്നു, തിരുപ്പതിയായി. പക്ഷേ ഈ സാധനം എടുക്കണമെങ്കിൽ നമുക്ക് അയൺ പിക്കാസ് വേണം. അതേതായാലും നമുക്ക് അടുത്ത ഒരു പാർട്ടിലാക്കാം. ഈ പാർട്ട് അവസാനിപ്പിക്കാൻ ടൈമായെന്നാണ് എനിക്ക് തോന്നുന്നു. സാധനം പൊട്ടിച്ച് അല്ലാതെ എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി കയറിപ്പോ. അപ്പോൾ പറഞ്ഞു വന്നത്, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരു 15 ലൈക്ക് നമുക്ക് മാക്സിമം വേണം. എല്ലാവരും നമുക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.